പയ്യെ മതി. യോ ആൻറ്റിസിപ്പേറ്റ് ചെയ്യടാ ഒരു ബാക്ക് റിട്ടേൺ പാസ്. ആ ഭാഗ്യം, അവിടെ വിട്ടുപോയില്ല, തിരിച്ചു പോയില്ല. യെസ് കയറിപ്പോട്ടെ എനിക്ക് വിടല്ലേടാ ജോക്കു, ബി വിത്ത് ഹിം. അല്ല മറ്റത് വർക്കായില്ല, അത്ര തന്നെ. നൈസ്. ഇവിടെ അല്ല, ചിലപ്പോൾ ഒരു മാറ്റം വരുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡോ. ഇപ്പോൾ വേദാന്ത സ്ട്രൈക്കറായിട്ട് നിൽക്കുന്നത് അല്ലേ? അല്ല സോറി, അല്ല വേദാന്ത അല്ല, സോറി മൈ ബാഡ്. കെറ്റി തന്നെ. ഇവന്മാർ മാറ്റമൊന്നുമില്ല കേട്ടോ. അതന്നെ വിങ്ങിലോട്ട് അതാ. പതിയെ മതി. നോക്കടാ, ബോള് നോക്കടാ. Foul. That's a foul. It's a foul. Clear foul. It's a foul. It's a foul, boss. Clear foul. നമ്മൾ തന്നെ മേടിച്ച് കൂട്ടിയതാ, കുഴപ്പമില്ല, ഇരിക്കട്ടെ. അതന്നെ. യെസ്, ഒരു കാര്യമില്ലാത്ത. ഇനിയിപ്പോൾ എന്ന് ഉള്ളത് ലീഡും കളഞ്ഞിട്ട് എടാ നീ എന്തിനാടാ ചുമ്മാ തിരിയുന്നേ? അവിടെ ആരുമില്ല, അവന് മുൻ. അവർക്ക് കൊടുത്താ? ഇതാരെടുക്കുന്നു? I really don't understand what is this guy doing. Offside. ജോ ഫസ്റ്റ് ടൈം കൊടുക്കടാ. പോട്ടെ ജോ ഫ്രണ്ടിലേക്ക്. ഹലോ, ഓ എടാ, ഓ റീബൗണ്ട്.
ചെടുക്കൂടെ എന്താ എനിക്ക് വേണ്ടത്? ഫുട്ബോൾ ജേഴ്സിയിലൂടെ ക്ലോസ് ചെയ്തോ? എന്ത് ക്ലോസ്? ഡോറോ? ആ ജസാൻ ഉണ്ടാവുമല്ലോ അവിടെ. ജസാനില്ലേ അവിടെ? ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഞാൻ ജസാൻ വിളിക്കാം. ജസാൻ പോയോ? അയാൾ ഒരുമാതിരി ഉറങ്ങി കളിക്കുന്ന പോലെ ഉണ്ടല്ലേ റെഫറി. അയാൾ ആ ഫ്രീ കിക്ക് ആർക്കാന്ന് പോലും ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നീ വീട്ടിൻ്റെ പുറത്താണ്. ജഹേഷ് ഈ പുറത്താ? ആ ജയേഷ് അതാ വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നിൽക്കുന്നത്. അവിടെ ജസാനും ഇല്ലാന്ന് തോന്നുന്നു. ഗുഡ് കളക്ഷൻ ബഡി. അങ്ങോട്ട് കൊടുക്ക് 13 നമ്പർ. ഉണ്ടോ ആര് ബോൾ എടുക്കൂ എന്നുള്ള കൺഫ്യൂഷനാണേ. രണ്ടുപേരും നോക്കി നിൽക്കുക. എല്ലാവരും ഒരു കുഴിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉണ്ടാവും? സ്പ്രെഡായിട്ട് കളിക്കണ്ടേ? അതിനിടയ്ക്ക് ഒരു ഉറക്കം തൂങ്ങിയ റെഫറി എല്ലാം കൂടെ ആയിട്ട്. എതിരെ കെക്കിന് മാറ്റി ഒരാവശ്യമില്ലാതെ മാറ്റി. രണ്ടുപേരും ഒരു സ്ഥലത്ത് എന്തിന്? രണ്ടുപേര് പോകുന്നു ഒരു ബോൾ. എടാ ഫോൺ ആ ചെറുതുകള് എവിടുന്നാ വരുന്നത്? അല്ല അമ്മ ഒരു ഗ്രൗണ്ട് എത്ര ഈസി ആയിട്ട് കവർ ചെയ്യുന്നത്. ആ മമ്മപ്പ വരും. കാക്കാനില്ല, വീട്ടിലില്ല. മമ്മപ്പ വരും. മമ്മ കാറിൽ പോകുന്നുണ്ട്. മമ്മ ഓപ്പൺ ചെയ്ത്. ആ എടുത്തു. മമ്മ വരട്ടെ. മമ്മപ്പ ഓപ്പൺ ചെയ്തു. അമ്മ വരുമ്പോ പപ്പ ലേറ്റ് ആവും. പപ്പ നൈറ്റിൽ വരുള്ളൂ. കാക്കാനും നൈറ്റ് ആവും. അമ്മപ്പ വരും. കാക്കാനും ലേറ്റ് ആവും. കാക്കാൻ നൈറ്റിൽ വരുള്ളൂ. ഇപ്പോഴും ഡ്രോ ആയിട്ട് നിൽക്കുകയല്ലേ? അറിയോ കൂടുതൽ റൊട്ടേഷൻ വരുന്നുണ്ട്. അല്ല അത് ഒരു ഒരു പൊസിഷനിൽ വർക്കാതെ വരുമ്പോൾ മാറ്റി ട്രൈ ചെയ്യുന്ന. പക്ഷെ ഇന്നൊന്നും ഇന്നൊന്നും അങ്ങോട്ട് പാല് പൊങ്ങി
പൊടിക്കട ആദ്യം അങ്ങോട്ട് 2 എണ്ണം ചുമ്മാ വെച്ച് താമസിപ്പിക്കാതെ. ഇനി ആകെ 15 മിനിറ്റോടെ ഉള്ളൂ കേട്ടോ. ആരാ? സിറാജോ? ഇപ്പോഴവിടെ ഉണ്ട്, അപ്പുറം ഉണ്ട് ഉള്ളി. അവിടെ വിജിലിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടോ? ഇവരെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭയങ്കരമായിട്ട് അവർ സെയിം ഇതാണ്, മിഡ്ഫീൽഡാണ് അവർ കളിക്കുന്നത്. എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. നമ്മുടെ എവിടെ ബോൾ പോയാലും ഒരു അയ്യോ അതെന്നെ സംഭവിച്ചേ? അവൻ സേവ് ചെയ്താണോ അതോ കൈ തട്ടിയിട്ട്? എടാ ഓ ഓ കേറിയോ? ഭാഗ്യം. ഇറ്റ്സ് എ ഗോൾ. ആ നമ്മൾ അവനെ ഇത് ചെയ്യുന്നില്ല, ടെസ്റ്റ് ചെയ്യുന്നില്ല. ഒട്ടും ഒരു സുഖമില്ലാത്ത രീതിയിൽ. ഇനി ഇതിൻ്റെ മൂഡിലൊരു പ്രസ്സിങ് ഗെയിം വേണം. ലൈക്ക് ബിക്കോസ് അവർ ഡെസ്പറേറ്റ് ആയിരിക്കും തിരിച്ചടിക്കാൻ. സോ വി ഷുഡ് പുട്ട് ദം അണ്ടർ ഫർദർ പ്രഷർ. അല്ലാതെ വീണ്ടും അവർക്ക് പൊസിഷൻ കൊടുത്ത് അവരെ കംഫർട്ടബിൾ ആക്കരുത്. അതാരായിരുന്നു അടിച്ചേ? അഭിജയ് ആണോ? നമ്പർ 11 ആയിരുന്നല്ലേ അടിച്ചേ? ഇതും സേഫ് അല്ല, ഇതും ഈ ലീഡും സേഫൊന്നും അല്ലാന്ന്. ഇനിയും 12 മിനിറ്റോടെ ഉണ്ട്. നമ്മൾ പ്രസ്സിങ് ഗെയിം കളിച്ചാലേ ഇനി പറ്റുള്ളൂ. അവരെ ഡീറെയിൽ ചെയ്യണം, അല്ലാതെ ഓ ഗൗട്ടി അല്ല ഇപ്പൊ എല്ലാരും ലോങ് ഷോട്ടിന് ട്രൈ ചെയ്യാണ്. സ്വന്തം ഗോൾ അടിക്കാൻ നോക്കുന്നു. ഇപ്പൊ ചെറിയൊരു മൊമെന്റം കാണുന്നുണ്ട് മിഡ്ഫീൽഡില്. കണ്ടിന്യൂ ചെയ്താൽ മതി. ആ അതെ അതെ. അപ്പൊ അവര് യെസ് എൻ്റെ പൊന്നെ ഫൈനലി റിലീവ്. അവൻ തന്നെയാ, ഇവൻ തന്നെയാ. അതാണ് നമ്പർ 11 അഭിജയാണ് അടിച്ചത്. സച്ച് എ റിലീഫ്. ഒരെണ്ണോട്ട് അടിക്കും. 3 goal ഡിഫറൻസ് ഓൺലി വിൽ കീപ് us in a safe position. അഭിജയ് നോക്കിയപ്പോൾ ഇനി ഓക്കെ, ഫ്രണ്ടിലേക്ക് പാസ് പോയിട്ടൊന്നും കാര്യമില്ല. അതെന്നാന്നറിയോ, ഈ സംഭവം ഇവന്മാർക്ക് ഇപ്പോൾ ട്രിക്ക് പിടികിട്ടി. ഈ ട്രിക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ പ്രയോഗിച്ചിരുന്നെങ്കിൽ കേട്ടോ അവർക്കും മനസ്സിലായി. നോക്ക് അങ്ങോട്ട് നോക്ക്, അതിൻ്റെ ഇമ്മീഡിയറ്റ് റിസൾട്ട് അവിടെ നോക്കൂ. ഗൈസ് നിങ്ങൾക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്, കളയല്ലേ. അതാണ് ഇനിയിപ്പോൾ അവർ ദേ ആർ അണ്ടർ പ്രഷർ.
അവിടെ പിന്നെ ഒച്ചയൊന്നും കേട്ടില്ല, ഭാഗ്യം. അല്ല ചിലപ്പോൾ അത് തന്നെ ഒരു നമ്പേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൈൻഡ് ആക്കുമല്ലോ. എടാ മൊമെന്റം കളയാതെടാ മിഡ്ഫീൽഡിലുള്ള. കീപ് ദ പൊസിഷൻ അറ്റ്ലീസ്റ്റ്. ഇനിയിപ്പോ ഫോഴ്സ് ഫൗളിലേക്ക് പോകും. അല്ല ഇപ്പോ അറ്റ്ലീസ്റ്റ് കുറച്ച് ഓപ്പൺ അപ്പ് ആയി പ്ലേ വിട്ടു. അപ്പൊ അതുകൊണ്ട് കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. ഹാഫ് മൈൻഡഡ് തിങ്. അത് തന്നെ. ഏതായാലും എൻ്റെ സന്താനം ഇന്ന് അല്ലെങ്കിൽ അവൻ ആദ്യം ഡൗൺ ആവുന്നേ. അല്ല വന്നതാണെങ്കിലും ഡീസന്റ്. ഫസ്റ്റ് 2-3 ടച്ച് എങ്ങനെ പോകുന്നു അതിനനുസരിച്ചിട്ടാണ് അവന്റെ കോൺഫിഡൻസ്. അവന് 4 ടച്ച് നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഫുൾ ഫോം. 4-1 ആയില്ലേ? അതാരാ ഇപ്പൊ അടിച്ച? അനിവ. അതാണ് ഈ ഇതുണ്ടല്ലോ ഇപ്പൊ നമ്മൾ റിയലൈസ് ചെയ്ത ഇതുണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ നമ്മൾക്ക് ഈ ഇത്രയും ടെൻഷൻ അടിക്കേണ്ടി വരില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ റിസൾട്ട് ഫോർ ഇറ്റ്. അഭിജായി ആണ് അത് ക്രാക്ക് ചെയ്തത്. അറ്റ്ലീസ്റ്റ് അവൻ അപ്പോഴെങ്കിലും മനസ്സിലായി. അല്ല ജുജുവിനും മനസ്സിലായിരുന്നു. ജുജു അതാണല്ലോ ചിപ്പ് ഷോട്ടിന് പോയെ. ഭാഗ്യം അത്രയെങ്കിലും. എനിക്ക് തോന്നുന്നു ലൈൻസ്മാൻ ഉറങ്ങുന്നില്ല. മറ്റേ അയാളൊരു ആദ്യം കയറി പോട്ടെ മുന്നോട്ട് പോളെ. ഇവിടെ ഇട്ട് തട്ടിട്ട് ഒരു കാര്യം. പോട്ടറാ വിങ്ങിൽ ഫ്രീ ആടാ. No, the ball is still on play. എല്ലാവരും ഇപ്പോൾ അത് നോക്കി. പക്ഷെ ഇനിയിപ്പോൾ എപ്പോഴും വർക്കാണെന്നില്ല. പക്ഷെ ഇനി അറ്റ്ലീസ്റ്റ് 4-1 ആയില്ലേ. ദറ്റ്സ് നത്തിങ് ടു വറി മച്ച്. അറിയാ? അതെ. അല്ല അവൻ മാത്രമല്ല, അവൻ ഗ്രൗണ്ട് കവർ ചെയ്യുന്ന നോക്ക്. അത്രയും ചെറുതായിട്ട് അല്ല ഇത്രയും വലിയ ഗ്രൗണ്ടേ അവന്മാരാ ചെറിയതുങ്ങൾ കവർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ അവരുടെ അതാണ്, അവർക്ക് ഗെയിം സെൻസ് ഉണ്ട്. എവിടെ ബോൾ വരൂ എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷനിലാണ് അവന്മാർ ഇങ്ങോട്ട് എത്തുന്നത്. ഓ അത് കയറിയിരുന്നെങ്കിൽ ഇല്ല. റഫറിയോട് പ്രത്യേകിച്ച് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആസ്ക് ലൈൻസ്മാൻ. യെസ് ഒരു തല അർണവ്. തിരിച്ചു കൊടുക്കാം.
ഓ അണ്ണൻ ഇവിടെ കറക്റ്റായിട്ട് വിളിക്കുന്നുണ്ടല്ലോ. ഓ ശരിക്കും ആന്റിസിപ്പേറ്റ് ചെയ്തു. ഇവൻ ഗോൾ കീപ്പർ അത് റൈറ്റിക്ക് വരുന്ന ആന്റിസിപ്പേറ്റ് ചെയ്തു. ബോൾ വെക്കുന്നതിന് മുന്നേ അടിക്കും ചെയ്തു. ഭാഗ്യം വെയിലുണ്ടായിരുന്നു. ആരുമില്ല സപ്പോർട്ട്. അമ്മാരിപ്പോൾ പ്രസ്സിങ്ങിലേക്ക് എത്തി. ഇപ്പം ബ്രേക്ക് ചെയ്യാൻ വേണമെങ്കിൽ, കാരണം എല്ലാവരും ഫ്രണ്ടിലേക്ക് എത്തി ഇപ്പോൾ അമ്മാർ. വിങ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഈസിയായിട്ട് ഒരു പുഷ് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കറും കൂടെ വേണം. ചേഞ്ച് ചെയ്യും സൈഡ്. ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് സൈഡ്. ഉണ്ടോ? പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ ബോള്. വെരി ഗുഡ്, കയറി പോട്ടെ. എടാ അർണവ്, അത്രയും സമയം എടുക്കല്ലേ? അവിടെ 3 പേര് ഫ്രീ. Oh! Brilliant save! ആ വാളുകൊണ്ട് ഒരു ഗുണമല്ലായിരുന്നു. അവൻ ചെക്ക് ചെയ്തതിൻ്റെ അതുകൊണ്ട് അവന് ടൈം കിട്ടി. ആ വിട്ടേക്ക് വിട്ടേക്ക് വിട്ടേക്ക്. തീർന്നു, കളി തീർന്നു. എത്ര? 4-3 അല്ല 4-2. പയ്യെ മതി പയ്യെ മതി. ഇനി ഗെയിം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ റെഫറി ഉറങ്ങിയിട്ടെങ്ങാൻ കൊടുത്തെങ്കിലേ ഉള്ളൂ. സ്ലീപ്പിംഗ് ടൈം